പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ. വന്ദരായ വൈദിക സഹോദരരെ, സഹോദരീ സഹോദരന്മാരെ, തേജസ്കരണ ശേഷമുള്ള 5-ാം ഞായർ സന്തോഷത്തിൻ്റെ സദ്വാർത്തയിലെ 46-ാമത്തെ എപ്പിസോഡ്, അതിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സുവിശേഷത്തിൽ നിന്നുള്ള വായന ലൂക്ക 18 മുതൽ 30 വരെ വാക്യങ്ങൾ. ഒരു അധികാരി അവനോട് ചോദിച്ചു, നല്ലവനായ ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? യേശു പറഞ്ഞു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവമല്ലാതെ നല്ലവനായി മറ്റാരുമില്ല. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. വ്യഭിചാരം ചെയ്യരുത്, കൊല്ലരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ചെറുപ്പം മുതലേ ഇവയെല്ലാം ഞാൻ പാലിച്ചിട്ടുണ്ട്. അത് കേട്ട് യേശു പറഞ്ഞു, ഇനിയും നിനക്ക് ഒരു കുറവുണ്ട്. നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. അനന്തരം വന്ന് എന്നെ അനുഗമിക്കുക. അത് കേട്ടപ്പോൾ അവൻ വളരെ വ്യസനിച്ചു, കാരണം അവൻ വലിയ ധനികനായിരുന്നു. യേശു അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സമ്പത്തുള്ളവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര ദുഷ്കരം! ധനികൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടന്നു പോകുന്നതാണ്. ഇത് കേട്ടവർ ചോദിച്ചു, അങ്ങനെയെങ്കിൽ രക്ഷ പ്രാപിക്കുവാൻ ആർക്ക് കഴിയും? അവൻ പറഞ്ഞു, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. പത്രോസ് പറഞ്ഞു, ഇതാ ഞങ്ങൾ സ്വന്തമായതെല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവരാജ്യത്തിന് വേണ്ടി വീടിനെയോ ഭാര്യയോ സഹോദരന്മാരെയോ മാതാപിതാക്കളെയോ സന്താനങ്ങളെയോ ഉപേക്ഷിച്ചവരിൽ ആർക്കും ഇക്കാലത്ത് തന്നെ അവ അനേക മടങ്ങ് ലഭിക്കാതിരിക്കുകയില്ല. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. ബാറയ്ക്കുമോ. ഇന്നത്തെ സുവിശേഷം നിത്യജീവനെക്കുറിച്ചുള്ള ഒരു ചോദ്യമാണ്. കഴിഞ്ഞ ഞായറാഴ്ച കർത്താവിൻ്റെ മന്ത്രിസഭയിലെ സീറ്റ് വിഭജനമായിരുന്നു ഒരു ചർച്ചാ വിഷയം. യേശു അവിടെ പറഞ്ഞ കാര്യം തന്നെ വേറൊരു രൂപത്തിൽ ഇവിടെയും പറയുകയാണ്. സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ശുശ്രൂഷകനും ദാസനുമായിരിക്കണം എന്ന് കഴിഞ്ഞ ഞായറാഴ്ച നാം കേട്ടു. ഈ ഞായറാഴ്ച വൺ ഓഫ് ദ റൂളേഴ്സ് ആണ് വന്നിരിക്കുന്നത്. ഒരു അധികാര സ്ഥാനത്തുള്ള ഒരുവൻ. അവന് അറിവും അധികാരവും പണവുമുള്ള ഒരു വ്യക്തിയാണ്. അറിവും അധികാരവും പണവും ഒരു വ്യക്തിയിൽ തന്നെ ഒരുമിച്ച് വരുമ്പോൾ അവിടെ കറപ്ഷൻ ഉണ്ടാകാൻ വളരെ സാധ്യതയുണ്ട്. എന്നാൽ ഈ ചെറുപ്പക്കാരൻ മാന്യമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണെന്ന് കർത്താവ് തന്നെ അതിനെക്കുറിച്ചൊരു സംശയം പ്രകടിപ്പിക്കുന്നില്ല. അവൻ ചോദിക്കുന്നത്, വാട്ട് മസ്റ്റ് ഐ ഡു ടു ഇൻഹെറിറ്റ് ഇറ്റേണൽ ലൈഫ്? സ്വർഗരാജ്യം, നിത്യരാജ്യം അവകാശപ്പെടാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അവിടെ ചെയ്യലിനാണ്, ഡൂയിങ്ങിനാണ് പ്രാധാന്യം അവൻ കൊടുക്കുന്നത്. കർത്താവ് അത് തിരുത്തി പറയും എന്നുള്ളത് നമുക്കറിയാം. വൈ ഡു യു കോൾ മീ ഗുഡ്? യേശു ചോദിക്കുന്നു. ദൈവം മാത്രമാണ് നല്ലവൻ. ചില യഹോവ സാക്ഷികൾ യേശു ദൈവമല്ല എന്ന് തെളിയിക്കാൻ കിണഞ്ഞ് പരിശ്രമിക്കുന്ന ചില മുസ്ലിം പണ്ഡിതന്മാർ ഈ വേദവാക്യം പലപ്പോഴും ഉപയോഗിക്കാറുണ്ട്, യേശു ദൈവമല്ല എന്ന് തെളിയിക്കാൻ. എന്നാൽ ഈ കോണ്ടെക്സ്റ്റ്, ഇതിൻ്റെ പശ്ചാത്തലം ശരിക്ക് പഠിക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്, ഡു യു അക്സെപ്റ്റ് മീ ആസ് ഗോഡ്? നീ എന്നെ ദൈവമായിട്ട് അംഗീകരിക്കുന്നുണ്ടോ?
നീ എന്നെ ദൈവം എന്ന് വിളിക്കുന്നു, കാരണം ദൈവം മാത്രമേ നല്ലവനുള്ളൂ. എന്നെ നീ നല്ലവനെന്ന് വിളിച്ചത് വഴിയായി നീ എന്നെ ദൈവമായിട്ട് അംഗീകരിക്കുക എങ്കിൽ എനിക്ക് നിന്നോട് കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, ശക്തമായി ആവശ്യപ്പെടാനുണ്ട് ദൈവം എന്നുള്ള നിലയിൽ. ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ വേറെ ആളുടെ ജീവിതത്തിൽ എന്ത് അധികാരമുള്ളത്? ദൈവത്തിനാണ് സമ്പൂർണമായ അധികാരമുള്ളത്. അതുകൊണ്ട് തുടർന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പരിഗണിക്കുമ്പോഴാണ് ഈ വൈ ഡു യു കോൾ മീ ഗുഡ് എന്നുള്ളതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാവുക. യേശു പറഞ്ഞു, നിനക്കറിയാമല്ലോ, നീ ഒരു നന്നായിട്ട് സൺഡേ സ്കൂളൊക്കെ പഠിച്ച പയ്യനാ. വ്യഭിചാരം ചെയ്യരുത്, കൊലപാതകം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷി പറയരുത്, മാതാപിതാക്കളെ ബഹുമാനിക്കുക. യേശു 10 കൽപ്പനകളിൽ 5 കൽപ്പന ഇവിടെ ഉദ്ധരിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുന്നു, ഇതെല്ലാം ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ അനുസരിച്ചിട്ടുള്ളതാണ്, ഒന്നിനും വീഴ്ച വരുത്തിയിട്ടില്ല. യേശു അത് ചോദ്യം ചെയ്തില്ല. ഓക്കെ, നീ ചെയ്തിട്ടുണ്ടാവും. ഇവിടെയും കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ഞായറാഴ്ച ഫരിസയൻ്റെയും ചുങ്കക്കാരൻ്റെ ഉപമയിൽ യേശു പറഞ്ഞതുപോലെ ഹീസ് കൺസിഡറിങ് ഹിംസെൽഫ് റൈച്ചസ്, നീതിമാനാണെന്ന് അവന് സ്വയം അവകാശപ്പെടുകയാണ്, സമർത്ഥിക്കുകയാണ്. അതുകൊണ്ട് കർത്താവ് പറയുന്നു, നിനക്ക് ഒരു ചെറിയ കാര്യം കുറവുണ്ട്, അതുകൂടെ നീ ചെയ്താൽ യു വിൽ ബി പെർഫെക്റ്റ്. സെൽ ഓൾ വാട്ട് യു ഹാവ് ആൻഡ് ഗിവ് ഇറ്റ് ടു ദ പുവർ. അതവിടെ നിൽക്കട്ടെ. യേശു എന്തൊക്കെയാണ് വിട്ടുകളഞ്ഞത് കൽപ്പനയിൽ? നിന്റെ ദൈവമായ കർത്താവ് ഞാനാകുന്നു, ഞാനല്ലാതെ അന്യദൈവം നിനക്കുണ്ടാകരുത്. അതിൻ്റെ കൂട്ടത്തിൽ പോകുന്നതാണ് നീ ആരാധിക്കാനായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്, ദൈവത്തിൻ്റെ നാമം വൃഥാ ഉപയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം വിശുദ്ധമായി ആചരിക്കണം, നിന്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. അതൊക്കെ. പിന്നെ യേശു സൂചിപ്പിക്കാത്തൊരു കാര്യം, അന്യരുടെ വസ്തുക്കൾ മോഹിക്കരുത് എന്നുള്ള അവസാനത്തെ കൽപ്പന യേശു പറഞ്ഞിട്ടില്ല. അപ്പോൾ യേശു പറയുന്നു, ഇവിടെ പറയാത്ത 5 കൽപ്പനകളിൽ നിനക്ക് വീഴ്ച വന്നിരിക്കുന്നു. യേശു പറഞ്ഞു, ഒരുവനും 2 യജമാനന്മാരെ ഒരുമിച്ച് സ്നേഹിക്കാൻ പറ്റുകയില്ല. ഒന്നുകിൽ ഒരുത്തനെ സ്നേഹിക്കണം, മറ്റവനെ ദ്വേഷിക്കണം. ദൈവത്തെയും മാമോനായെയും ഒരുമിച്ച് സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. മത്തായി 6:24. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, മാമോന എന്ന് പറയുന്നത് ഒരു അറമൈക്ക് വേർഡാണ്. ഗ്രീക്കിലാണ് ന്യൂ ടെസ്റ്റമെൻ്റ് എഴുതപ്പെട്ടിരിക്കുന്നെങ്കിലും വളരെ പ്രധാനപ്പെട്ട ചില വാക്കുകൾ അറമൈക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് ആദിമ സഭ കൂടുതലും ജൂയിഷ് അറമൈക്ക് ആയിരുന്നതുകൊണ്ടായിരിക്കാം ആ ഒരു അവശേഷിപ്പുകൾ നമ്മൾ കാണുക. തലീത്ത കൂം, ബാലികെ എഴുന്നേൽക്കുക, അല്ലെങ്കിൽ എഫത്ത, ചെവി പൊട്ടിയവനോട് നിന്റെ ചെവി തുറക്കപ്പെടട്ടെ എന്ന് യേശു പറഞ്ഞ ഇതുപോലുള്ള പ്രയോഗങ്ങളെല്ലാം അറമൈക്ക് ഭാഷയിലാണ്. പക്ഷേ ശരിക്കും ചരിത്രം പഠിക്കുമ്പോൾ മാമോന ആരായിരുന്നു, എന്തായിരുന്നല്ല, ആരായിരുന്നു? സിറിയയിൽ എല്ലാത്തിനും ഒരു ദേവനോ ദേവിയോ ഉണ്ടായിരുന്നു. നമുക്ക് ഭാരതത്തിലും എല്ലാത്തിനും ദേവനും ദേവിയും ഉണ്ട്. ഉദാഹരണമായി സരസ്വതി വിജ്ഞാനത്തിൻ്റെ ദേവിയാണ്. സൗന്ദര്യത്തിന് വേറൊരാളുണ്ട്. രണശൂരത്വം, യുദ്ധത്തിലുള്ള കഴിവിന് അർജുനുണ്ട്. വായുവേഗത്തിൽ സഞ്ചരിക്കുന്നവന് മാരുതിയുണ്ട്. ഇങ്ങനെ ഓരോന്നിനും ഓരോ ദേവനുണ്ട്, ദേവിയുണ്ട്. ഇതുപോലെ സിറിയയിൽ പണത്തിൻ്റെ, സമ്പത്തിൻ്റെ ദേവനായിരുന്നു മാമോന. അപ്പോൾ നിനക്ക് മാമോനായെയും ദൈവത്തെയും ഒരുമിച്ച് സേവിക്കാൻ സാധിക്കില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ നമ്മുടെ കീശ കിടക്കുന്ന കാശിൻ്റെ കാര്യമല്ല. യേശു പറയുന്നത് അതിനെ പെർസോണിഫൈ ചെയ്യുകയാണ്. പണത്തെ, വെൽത്തിനെ
കർത്താവ് ഒരു വ്യക്തിയെപ്പോലെ കണക്കാക്കിയിട്ട് പറയുന്നു, ഹീസ് ആൻ ഐഡൽ. അതുകൊണ്ട് ഐഡൽ വർഷിപ്പിനെ സംബന്ധിച്ചാണ് ആദ്യത്തെ കൽപ്പനയുടെ 2-ാം ഭാഗം പറയുന്നത്, ഞാനല്ലാതെ ദൈവം നിനക്കുണ്ടാകരുത്, നീ ആരാധിക്കുവാനായി വിഗ്രഹങ്ങളെ ഉണ്ടാക്കരുത്. അപ്പോൾ വിഗ്രഹം എന്താണ് എന്നൊരു ചോദ്യമുണ്ട്. ഹൈന്ദവ മതത്തോട് ചേർന്ന് ജീവിക്കുന്ന നമ്മളെ സംബന്ധിച്ച് വിഗ്രഹം ഒരു സാധാരണ ഓബ്ജക്റ്റാണ്, എല്ലായിടത്തും എവിടെയും നമ്മൾ കാണുന്നതാണ്. പക്ഷേ വിഗ്രഹം എന്താണ് ശരിക്ക്? ദൈവത്തിൻ്റെ സ്ഥാനം കവർന്നെടുക്കുന്നത് എന്തും വിഗ്രഹമാണ്. അത് പണമായിരിക്കാം, വ്യക്തിയായിരിക്കാം, കാമുകനായിരിക്കാം, കാമുകിയായിരിക്കാം, മയക്കമരുന്നായിരിക്കാം, മദ്യമായിരിക്കാം. ദൈവത്തിൻ്റെ സ്ഥാനം അത് 1-ാം സ്ഥാനമാണ്. ആ 1-ാം സ്ഥാനം കവരുന്നത് എന്തും വിഗ്രഹമാണ്. അപ്പോൾ കർത്താവ് പറയുന്നു, നീ പണത്തെ ഒരു വിഗ്രഹമാക്കി വെച്ചിരിക്കുകയാണ് എങ്കിൽ 1-ാം പ്രമാണം നീ പാലിച്ചിട്ടില്ല. കർത്താവ് പറഞ്ഞു, നിനക്ക് യു സെൽ ഓൾ what you have and give to the poor and you will have treasure in heaven. Treasure in heaven. എന്തുകൊണ്ടാണ് യേശു അത് പറയുന്നത്? യേശു തൻ്റെ മലയിലെ പ്രസംഗത്തിൽ പറയുന്നു, തുരുമ്പും കീടവും നശിപ്പിക്കുന്നതും കാർന്നു തിന്നുന്നതും കള്ളന്മാർ തുരന്ന് മോഷ്ടിക്കുന്നതുമായ സമ്പാദ്യം നിങ്ങൾ സൂക്ഷിച്ചു വെക്കാനായിട്ട് നോക്കണ്ട. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. മത്തായി 6:20. അപ്പോൾ സ്വർഗത്തിലെ നിക്ഷേപം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. നമ്മുടെ സുവിശേഷത്തിൽ മാത്രമല്ല, ജൂയിഷ് ലിറ്ററേച്ചറിലെല്ലാം സ്വർഗത്തിൽ സമ്പാദ്യം. ഫരിസേയന്മാരുടെ ഉപദേശത്തിൽ പറയുന്നുണ്ട്, നീ ചെയ്യുന്ന ഓരോ നന്മപ്രവൃത്തിയും സ്വർഗത്തിൽ നീ ചെല്ലുമ്പോൾ നിനക്കൊരു കിരീടം ലഭിക്കും. നീ ചെയ്യുന്ന ഓരോ നന്മപ്രവൃത്തിയും അതിലെ ഒരു ഡയമണ്ടാണ്. നിനക്ക് കിട്ടാൻ പോകുന്ന ആ കിരീടത്തിലെ ഒരു ഡയമണ്ട് ഒരു പ്രഷ്യസ് സ്റ്റോണാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ സമ്പത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഒരു നിക്ഷേപം എന്നതിനേക്കാൾ നമുക്ക് ഒരു ട്രസ്റ്റ് തരുന്നുണ്ട്, ഒരു ആശ്രയബോധം. ഒരു അസുഖം വന്നു, ഓക്കെ നേരിടാം, നമ്മുടെ കയ്യിൽ പൈസയുണ്ട്. അല്ലെങ്കിൽ ഒരു കാറ് വാങ്ങിക്കണം, ഓക്കെ നമ്മുടെ ഈ പൈസയുണ്ട്. അത് നമുക്കൊരു ട്രസ്റ്റ് തരുന്നു, അത് നമുക്കൊരു കംഫർട്ട് തരുന്നുണ്ട്. ഒന്നും കയ്യിലില്ലാത്ത ഒരാളും 1 കോടി രൂപ ബാങ്കിൽ കിടക്കുന്ന ഒരാളും നമ്മളുടെ കംഫർട്ട് ലെവലിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അത് നമുക്കൊരു സുരക്ഷിതത്വ ബോധം തരുന്നുണ്ട്, സെൻസ് ഓഫ് സെക്യൂരിറ്റി തരുന്നുണ്ട്. ഇതൊന്നും നമ്മൾ നിഷേധിക്കുന്നില്ല. ഇവിടെ കർത്താവ് എന്താണ് പറയുക? ഇന്നുണ്ട് നാളെ ഇല്ലാത്ത ഈ സമ്പത്ത് നിനക്ക് ഇത്രയും കാര്യങ്ങൾ തരുന്നുവെങ്കിൽ നീ യഥാർത്ഥത്തിൽ ദൈവത്തിൽ സമ്പൂർണമായ ആശ്രയം വെച്ച് കഴിഞ്ഞാൽ ഈ കംഫർട്ട് ലെവല്, ഈ ട്രസ്റ്റ് ലെവല്, ഈ സെക്യൂരിറ്റി ലെവല് എന്തുമാത്രം എൻഹാൻസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് കർത്താവ് അവനെ പഠിപ്പിക്കുന്നത്. എന്നാൽ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഈ ചെറുപ്പക്കാരന് ദുഃഖമുണ്ടായി. He was very sad because he was very rich. Very sad, very rich. ഇത് രണ്ടും കൂടിയാണ് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. He made a radical decision. കർത്താവ് അവൻ്റെ മുമ്പിൽ ഒരു ചലഞ്ച് ഇട്ടു. അവനുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്തിട്ട് നീയും പോയി തെണ്ടിയായിട്ട് ജീവിക്കുക എന്നല്ല യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. യേശു പറഞ്ഞത്, നിനക്ക് സമ്പൂർണമായി ദൈവത്തിൽ ആശ്രയം വയ്ക്കുവാൻ സമ്പത്തൊരു തടസ്സമാണെങ്കിൽ got to dispose it off. ഇവിടെ he made a radical decision. എന്താണ്? He will not give up wealth. കാരണം അവന് ഈ കംഫർട്ട് ലെവല്,
ഉപേക്ഷിക്കാൻ തയ്യാറല്ല. പക്ഷേ എന്താണ് സംഭവിച്ചത്? ഹി ബിക്കെയിം വെരി സാഡ്. കർത്താവ് പറഞ്ഞ പോലെ അവൻ കേട്ടിരുന്നെങ്കിൽ he would have been the most fortunate man. Instead of joy, now he has sadness. അതുകൊണ്ടിട്ട് ഇവൻ്റെ ഈ ദുഃഖഭാവം കണ്ടിട്ട് പറയുന്നു, യേശുവിന് അവനെക്കുറിച്ച് ദുഃഖം തോന്നി. നല്ല പ്രോസ്പെക്റ്റീവായിട്ടുള്ള നല്ല ഭാവിയുള്ളൊരു പയ്യൻ, അവന് ഇതുപോലെ വെൽത്തിനോട് ഒബ്സസ്ഡ് ആയത് കാരണം, ഇങ്ങനെ പറ്റിപ്പിടിച്ചിരിക്കുന്നത് കാരണം അവന് ലഭിക്കേണ്ടതായ സന്തോഷം ലഭിക്കാതെ പോയല്ലോ എന്നോർത്ത് കർത്താവ് അവനെക്കുറിച്ച് ദുഃഖിക്കുകയാണ്. എന്നിട്ട് യേശു പറയുന്നു, സമ്പത്തുള്ള മനുഷ്യർക്ക് ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ എത്ര പ്രയാസം. യേശു ഇവിടെ ഒരു എക്സാജറേഷൻ ഉപയോഗിക്കുകയാണ്. ഹൈപ്പർ ബോളെ സ്പീച്ച്, എക്സാജറേറ്റഡ് സ്പീച്ച്. കർത്താവ് അത് പല പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുക എന്നുള്ളത് ഒരു ഹൈപ്പർബോളാണ്. ഇവിടെ ഗ്രീക്ക് വാക്ക് കമേലോസ്, ക്യാമൽ. ചില പണ്ഡിതന്മാർ പറയുന്നു അവിടെ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. ആദ്യകാലത്തൊക്കെ ഞങ്ങൾക്കറിയാവില്ല, കൈ കൊണ്ടാണ് ബൈബിള് കോപ്പി ചെയ്തിരുന്നത്. അപ്പോൾ സ്ക്രൈബിന് വന്ന ഒരു ചെറിയ മിസ്റ്റേക്കാണ്. കമേലോസ് എന്നുള്ളതിന് കമീലോസ് എന്നെഴുതി. അപ്പോൾ കമീലോസ് എന്താണ്? അത് വലിയ കേബിളാണ്, റോപ്പ്. കപ്പലുമൊക്കെ തുറമുഖത്തടുക്കുമ്പോൾ കപ്പൽ അനങ്ങാതിരിക്കാൻ വേണ്ടി വലിയ വടങ്ങളിട്ട് ബന്ധിക്കാറുണ്ട്. അതുപോലുള്ള വലിയ വണ്ണമുള്ള കേബിളുകൾ അല്ലെങ്കിൽ റോപ്പ്, നമ്മുടെ നാട്ടിൽ വടം എന്ന് പറയുന്നു. വടം സാധാരണ നമ്മൾ തുണിയൊക്കെ തുന്നുന്ന സൂചിയിലൂടെ കടത്തിവിടുക, അത് ഒരു കാലത്ത് നടക്കാൻ പോകുന്ന കാര്യമല്ല. അതാണ് എന്ന് ചിലർ പറയുന്നുണ്ട്. അതുപോലെ മൃഗങ്ങൾ കിടക്കാതിരിക്കാൻ വേണ്ടി മതിലിനുള്ളിൽ, മതിലിൻ്റെ ചെറിയ ഒരു ഓപ്പണിങ്, ഒരു പട്ടിക്ക് അല്ലെ ഒരു കൊച്ചു കുഞ്ഞിന് മാത്രം കടക്കാവുന്ന തരത്തിലുള്ള ഒരു ഓപ്പണിങ് ഇടുമായിരുന്നു. അതിനെയും സൂചിക്കുഴ എന്ന് വിളിക്കുമായിരുന്നു. അപ്പോൾ ഏതാണ് ശരി? നമ്മൾ ബൈബിളിൽ കൊടുത്തിരിക്കുന്ന ഒട്ടകം സൂചിക്കുഴയിലൂടെ എന്നുള്ളത് ഒരു എക്സാജറേറ്റഡ് സ്പീച്ചായിട്ട് എടുത്തുകൊണ്ട് വാസ്തവത്തിൽ ഒരു ധനികന് തൻ്റെ സമ്പത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ചിരിക്കുന്ന ഒരാൾക്ക് രക്ഷപ്പെടാൻ അതുപോലെ പ്രയാസമാണ് എന്ന് നമ്മൾ തന്നെ സമ്മതിക്കുക. അപ്പോൾ സ്ലീഹന്മാർ ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ ആർക്ക് രക്ഷപ്പെടാൻ സാധിക്കും? ഇവിടെ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, വാട്ട് ഷാൽ ഐ ഡു ഇൻ ഓർഡർ ടു ബി സേവ്ഡ്? അപ്പോൾ ഡൂയിങ്ങിനല്ല, നമ്മൾ എഫേസ്യർ 2:9 പറയുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിൻ്റെ ദാനമാണ്. ഒരാൾ ഈ ലോകത്ത് ചെയ്യാവുന്ന സർവ്വ നന്മയും ചെയ്തു എങ്കിലും രക്ഷ എന്ന് പറയുന്നത് അന്തിമമായിട്ട് ദൈവത്തിൻ്റെ ഫ്രീ ഗിഫ്റ്റ്, അല്ലാതെ ആരുടെയും പ്രവൃത്തിയുടെ ഫലം കൊണ്ട് നേടിയെടുക്കുന്നതല്ല. പത്രോസ് ഉടൻ തന്നെ ഈ ശിശുസംഘത്തിൻ്റെ സ്പോക്സ്മാനാണ്, വക്താവാണ്. അവൻ എല്ലാവർക്കും വേണ്ടി പറഞ്ഞു, വി ഹാവ് ലെഫ്റ്റ് എവരിതിങ് ആൻഡ് ഫോളോഡ് യു. നിന്റെ ഡിമാൻഡ് അനുസരിച്ച് ഞങ്ങൾ സർവ്വതും ഉപേക്ഷിച്ച് നിന്റെ പുറകെ വന്നിരിക്കുന്നു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും എന്നുള്ളതാണ് ചോദ്യത്തിൻ്റെ അർത്ഥം. കർത്താവ് അവൻ ചോദിക്കാത്ത കാര്യം മനസ്സിൽ കണ്ടുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും എന്നെ പ്രതി, ദൈവരാജ്യത്തെ പ്രതി, വീട്, ഭാര്യ, സഹോദരർ, മാതാപിതാക്കൾ, സന്താനങ്ങൾ ഇവ ഉപേക്ഷിക്കുകയാണെങ്കിൽ ഈ കാലത്ത് തന്നെ, ഈ കാലം വരുന്ന കാലം, അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനേക മടങ്ങ് ലഭിക്കും, വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും.
പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇത് ചിലരുടെ രക്തസാക്ഷികളാകുമ്പോൾ സ്വർഗത്തിൽ 40 ഭാര്യമാരെ കിട്ടും എന്നൊക്കെ പ്രതീക്ഷിച്ച് ചിലരൊക്കെ രക്തസാക്ഷികളാകുന്നതായിട്ട് കേട്ടു. ഇതുപോലെ 100 മടങ്ങ് ഭാര്യമാരെയും സന്താനങ്ങളെയും ഒക്കെ കിട്ടും എന്നുള്ള വാച്യാർത്ഥത്തിൽ നമ്മൾ ആരും എടുക്കരുത്. നമ്മളെ സംബന്ധിച്ച് അന്തിമമായ സന്തോഷം എന്ന് പറയുന്നത് ദൈവത്തോടൊപ്പം മഹത്വത്തിലുള്ള സന്തോഷമാണ്. അപ്പോൾ ഈ ലോകത്തിൽ വെച്ച് തന്നെ എന്ന് പറയുമ്പോൾ വരാനിരിക്കുന്ന ലോകത്തിൽ എത്രയധികമായി ലഭിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുകയാണ്. ദരിദ്രയായി ജീവിച്ച് ഏറ്റവും ദാരിദ്ര്യത്തിൻ്റെ പരമകാഷ്ഠ കണ്ട ഒരാളാണ് പരിശുദ്ധ മറിയം. നസ്രത്തിലെ വീട് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊരു ഗുഹയായിരുന്നു. ഗുഹാമുഖത്ത് കുറച്ച് കാട്ടുകല്ലുകൊണ്ട് ചെളിയിൽ കെട്ടി ഒരു വാതിൽ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. തറയിൽ നമ്മൾ ചെല്ലുമ്പോൾ ഒരു കിണർ പോലെയുള്ളൊരു കുഴി കാണും. ആ കുഴിയിലാണ് അവർ ധാന്യങ്ങൾ സ്റ്റോർ ചെയ്തിരുന്നത്, നമ്മുടെ പഴയകാലത്ത് പത്താഴം. അതിൻ്റെ മുകളിൽ പലക നിരത്തിയാണ് കുടുംബാംഗങ്ങൾ കിടന്നിരുന്നത്. പലപ്പോഴും ആട്, മാട് ഇവയെല്ലാം ഇതേ ഗുഹയിൽ തന്നെ ഇവർ ജീവിച്ചിരുന്ന അല്ലെങ്കിൽ ഉറങ്ങിയിരുന്ന അതേ ഗുഹയിൽ തന്നെയാണ് കെട്ടിയിരുന്നത്. പരിശുദ്ധ ദൈവമാതാവ് വെള്ളമെടുക്കാൻ പോയിരുന്ന സ്ഥലം ഇന്ന് അവിടെ ചെല്ലുന്നുണ്ടെ കാണിച്ചു തരുന്നത്, ഒരു മലയുടെ താഴ്വര ഇറങ്ങി ഉദ്ദേശം 1 കിലോമീറ്റർ താഴെ ചെന്നു കഴിഞ്ഞാൽ അവിടെ ഇന്നൊരു ഗ്രീക്ക് പള്ളിയാണ്. ആ ഗ്രീക്ക് പള്ളിയുടെ പുറത്ത് ഒരു ഉറവക്കണ്ണി നമുക്ക് കാണാൻ സാധിക്കും. വല്ലപ്പോഴും ഓരോ തുള്ളി വെള്ളം ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. തീർത്ഥാടകരൊക്കെ എത്ര മണിക്കൂർ നിന്നിട്ടാ ഒരു കുപ്പി വെള്ളം നിറയ്ക്കും. ഇതുപോലെ പരിശുദ്ധ മറിയവും പിൽക്കാലത്തെ യേശുവൊക്കെ കുടവുമായിട്ട് താഴ്വരയിൽ ചെന്നിട്ട് മണിക്കൂറുകളോളം കാത്തിരുന്ന ഒരു കുടം നിറച്ചുകൊണ്ടാണ് അവരുടെ വീട്ടിൽ കുടിക്കാനുള്ള വെള്ളം കൊണ്ടുപോയിരുന്നത്. എന്നാൽ പരിശുദ്ധ മറിയത്തെ വലിയ രാജ്ഞിയെപ്പോലൊക്കെ ചിത്രീകരിക്കുക, തലയിൽ സ്വർണ്ണ കിരീടം, രത്ന പതിച്ചിരിക്കുന്നു, ഇതൊക്കെ കാണുമ്പോൾ പരിശുദ്ധ ദേവമാതാവിനെക്കുറിച്ച് വേറൊരു ചിത്രമാണ് നമ്മുടെ മനസ്സിൽ പതിയുന്നത്. നമ്മളെ സംബന്ധിച്ച് ഈ ദാരിദ്ര്യത്തിൻ്റെ പാത കർത്താവ് പറഞ്ഞ ഈ ദിവസം 8 നോയമ്പുമായിട്ട് നമ്മൾ ബന്ധിച്ചാൽ പരമദരിദ്രയായി ജീവിച്ച് ദൈവത്തിൽ സമ്പൂർണ്ണ ആശ്രയം വെച്ച മാതാവിന് ലഭിച്ച സന്തോഷം സർവ്വതലമുറകളും ലോകത്തിൻ്റെ അവസാനം വരെ എന്നെ ഭാഗ്യവതി എന്ന് വിളിക്കും എന്ന് അമ്മ പറഞ്ഞത് വെറുതെ അല്ല. റോമക്കാർ BC 63 ഫലസ്തീനെ കൈയടക്കി കുറേ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ അവിടുത്തെ രാജകുടുംബങ്ങളെല്ലാം കണ്ടുപിടിച്ചു. എന്നിട്ട് എല്ലാ രാജകുടുംബങ്ങളിലും പോയിട്ട് അവിടെ വെച്ചിരിക്കുന്ന സ്വർണവും വെള്ളിയൊക്കെ പുറത്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ അതൊരു സ്റ്റോറിയാണ്. യൗസേപ്പിൻ്റെ വീട്ടിലും അവർ ചെന്നു. നിങ്ങൾ രാജകുടുംബത്തിൽപ്പെട്ട ആളാണല്ലോ, നിങ്ങൾക്ക് സ്വർണവും വെള്ളിയും ഇതുപോലെയൊക്കെ സ്റ്റോക്ക് കാണും, എല്ലാം പുറത്തെടുക്കാൻ പറഞ്ഞു. അപ്പോൾ യൗസേപ്പ് അല്ലെ യൗസേപ്പിൻ്റെ പിന്നീട് വന്നവർ, യൗസേപ്പിൻ്റെ കുടുംബത്തിലുള്ളവർ അവരുടെ കൈ ഇങ്ങനെ കൈവെള്ള കാണിച്ചിട്ട് പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ സ്വർണവും വെള്ളിയും. കാരണം ആശാരിപ്പണി ചെയ്ത് ഈ കയ്യിൽ മുഴുവൻ തഴമ്പായി, ഈ തഴമ്പാണ് ഞങ്ങളുടെ സ്വർണവും വെള്ളി എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതം പുലർത്താൻ വേണ്ടി, അനുദിന അപ്പത്തിന് വേണ്ടി ജോലിയെടുക്കുകയും കഷ്ടപ്പെടുകയും ചെയ്യുന്ന നമ്മൾ വിചാരിക്കും ഇത് നമുക്ക് മാത്രമേ ഉള്ളൂ. ഈ കഷ്ടപ്പാടും ദാരിദ്ര്യവും രോഗവും മരണവും ഇതെല്ലാം കണ്ട് അനുഭവിച്ച, ഇതെല്ലാം സ്വന്തം ജീവിതത്തിൽ അനുഭവിച്ച ഒരു അമ്മയാണ്, സ്വർഗീയ അമ്മയാണ് നമുക്കുള്ളതെങ്കിൽ പ്രത്യേകിച്ച് ഈ പരിശുദ്ധ അമ്മയോട് ഒരു ആശ്രയഭാവത്തിൽ, ഒരു
മക്കൾക്കുള്ള സ്വാതന്ത്ര്യത്തോടുകൂടി അടുത്തു വരാനും ചോദിക്കാനും ഈ 8 നോയമ്പ് നമുക്ക് വിനിയോഗിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും. ആമേൻ.